ഒരു നടത്തത്തിന് ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതുമാത്രമോ? എന്താണ് സ്ത്രീ ലൈംഗികതയും ഗജഗാമിനിയും അതിഥി റാവു ഹൈദരി എന്ന നടിയും തമ്മിലുള്ള ബന്ധം? എന്തായാലും ഇപ്പോൾ ഗജഗാമിനി എന്ന വാക്ക് ട്രെൻഡിങ് ആണ്. അതിനോടൊപ്പം അത് അർത്ഥവത്താക്കിയ നടി അതിഥി റാവു ഹൈദരിയും പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ച് തന്നെ. ഹീരാമണ്ഡി ദ ഡയമണ്ട് ബസാർ എന്ന സീരീസിലെ ഒരു പാട്ടു സീനിലെ അതിഥി റാവുവിൻ്റെ നൃത്തത്തെക്കുറിച്ച് തന്നെ. അതിൽ പിന്തിരിഞ്ഞ് പതുക്കെ സുന്ദരമായി നടന്നു പോകുന്ന രീതിയിലാണ് ഗജഗാമിനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നടത്തം വെറും 15 സെക്കൻഡ് മാത്രമാണുള്ളത്. ഹീരാമണ്ഡി എന്ന ഗ്രാമത്തിലെ ലൈംഗിക തൊഴിലാളികളെ കുറിച്ചുള്ള കഥയാണ് സഞ്ജയ് ലീല ബൻസാലി വെബ് സീരീസ് ആക്കിയത്. മനീഷ കൊയ്രാള, റിച്ച ചദ്ദ, സോനാക്ഷി സിൻഹ, സഞ്ജീത ഷെയ്ഖ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഗജഗാമിനി കുറച്ചു നേരമേ ഉള്ളുവെങ്കിലും വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു താരങ്ങളും ഏറ്റെടുത്തു. താരങ്ങൾ അത് വെച്ച് റീലുകൾ ചെയ്യുന്നു. ഫാൻ ഗ്രൂപ്പുകൾ അവരുടെ ഇഷ്ട താരങ്ങളുടെ നൃത്തം ഉൾക്കൊള്ളിച്ച വീഡിയോ തയ്യാറാക്കുന്നു. കൊറിയയിലെ BTS താരം ജിമ്മിന്റെ ഫാൻ ഗ്രൂപ്പ് മുതൽ രാജ്കുമാർ റാവു വരെ ആ ഗജഗാമിനി അങ്ങനെ ആഘോഷിക്കുകയാണ്. തൻ്റെ സിനിമയുടെ പ്രമോഷനിടെയാണ് ഗജഗാമിനിക്ക് രാജ്കുമാർ റാവു ഒരു ട്വിസ്റ്റ് കൊടുത്തത്. ഗായിക ടൈലർ സ്വിഫ്റ്റിന്റെ ഫാൻ ഗ്രൂപ്പും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. ഒരു പിടിയാനയുടെ ഗാംഭീര്യമുള്ള നടത്തമെന്നാണ് ഗജഗാമിനിയുടെ അർത്ഥം. സുന്ദരവും അതേസമയം രാജകീയവുമാണത്. നൂറ്റാണ്ടുകളായി ഇണയെ മയക്കുന്ന ഏറ്റവും മനോഹരമായ നടത്തത്തിൻ്റെ പേരും ഗജഗാമിനി എന്നു തന്നെ. കാമസൂത്രയിൽ നിന്നാണ് ഗജഗാമിനിയുടെ ഉത്ഭവം. അതിൽ തീവ്രമായ അനിയന്ത്രിതമായ ലൈംഗികതയുടെ സൂചകങ്ങളായാണ് ആനകളെ കാണുന്നത്. സ്ത്രീ ലൈംഗികതയെ, തീവ്രമായ ആഗ്രഹത്തെ ആനയോടാണ് ഇവിടെ ഉപമിക്കുന്നത്. വശീകരണത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാവത്തെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. സിനിമയിൽ ഇതാദ്യമായല്ല ഗജഗാമിനി ഉൾപ്പെടുത്തുന്നത്. മുമ്പ് ഗജഗാമിനി, മുഗൾ അസം എന്ന സിനിമകളിലും ഈ ആന നടത്തം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. MF ഹുസൈൻ്റെ ഗജഗാമിനി എന്ന സിനിമയിൽ മാധുരി ദീക്ഷിത്താണ് അഭിനയിച്ചിരിക്കുന്നത്. മുഗൾ അസമിൽ മധുബാലയും. പക്ഷേ ഇപ്പോഴാണ് സംഭവം ട്രെൻഡിങ് ആയതെന്ന് മാത്രം. ആ നടത്തത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അതിഥി കൊടുക്കുന്നത് സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിക്കാണ്. ആ പാട്ടിലെ ചെറിയ ഭാഗം മാത്രമാണത്. ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്ര ഹിറ്റാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സഞ്ജയ് സാർ പറഞ്ഞിരുന്നു. ആ സീനിൽ എപ്പോഴാണ് തല പിന്നിലേക്ക് തിരിക്കേണ്ടത്, എപ്പോഴാണ് ദുപ്പട്ട താഴേക്ക് വീഴേണ്ടത്, അങ്ങനെ എല്ലാത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അത്രയേറെ ശ്രദ്ധ കൊടുത്താണ് ഓരോ സീനുകളും ഷൂട്ട് ചെയ്തത്. കഥക് നർത്തകി ആയതുകൊണ്ട് അതിഥി അത് വളരെ ഭംഗിയാക്കുകയും ചെയ്തു. കഥക് നൃത്തത്തിൽ ഗജഗാമിനിയും മയൂർ ചാലയുമെല്ലാം ഉണ്ട്. മറ്റ് നൃത്തരൂപങ്ങളിലെ കാര്യം എനിക്ക് അറിയില്ല എന്ന് അതിഥി പറയുന്നു. ബോഡി പോസിറ്റിവിറ്റിയുടെ സന്ദേശം കൂടി അതിലൂടെ ബൻസാലിയും അതിഥിയും നൽകുന്നുവെന്നതാണ് പ്രത്യേകത. ഏത് ശരീരാകൃതിയും സന്തോഷത്തോടെ പോസിറ്റീവായി സ്വീകരിക്കുക എന്നതാണത്. അതിൽ സൗന്ദര്യവും ആത്മവിശ്വാസവും കണ്ടെത്താൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രംഗത്തിൽ പിന്തിരിഞ്ഞു നടക്കുമ്പോൾ അതിഥിയുടെ പുറം ഭാഗത്തെ കൊഴുപ്പ് എടുത്തു കാണാം. തൻ്റെ ശരീരത്തെ അഭിമാനത്തോടെ നോക്കിക്കാണുന്നതിന് അതിഥിയെയും നായികയുടെ ശരീരം എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയതിന് ബൻസാലിയെയും പലരും അഭിനന്ദിക്കുകയാണെന്ന്.